സുഹൃത്തുക്കളെ, നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എല്ലാ സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ മീഡിയയിലെല്ലാം ഇപ്പം നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ, ഒരു അമേരിക്കൻ നിർമ്മിത F-35 യുദ്ധവിമാനം ഇന്ത്യൻ വ്യോമസേന ട്രാക്ക് ചെയ്തെന്നും ലൊക്കേറ്റ് ചെയ്തെന്നും നമ്മുടെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ വന്നു എന്നുള്ള ഒരു വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിൽ എത്രമാത്രം സത്യാവസ്ഥയുണ്ടെന്ന് ഇതുവരെ ഇന്ത്യയോ ബ്രിട്ടനോ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും നമുക്ക് കിട്ടുന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നത്. സത്യത്തിൽ അമേരിക്ക അവരുടെ അഭിമാനമായി കണക്കാക്കുന്ന 5ാം തലമുറ യുദ്ധവിമാനത്തെ നമ്മളുടെ ട്രാക്കിംഗ് സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിച്ചോ എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. ഒരു കാര്യം സത്യം തന്നെയാണ്, അമേരിക്കയിൽ നിന്ന് ബ്രിട്ടൻ വാങ്ങിച്ച F-35 എന്ന 5ാം തലമുറ യുദ്ധവിമാനം നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ട് ഇന്നേക്ക് 16 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ബ്രിട്ടന്റെ സംയുക്ത സൈനികാഭ്യാസത്തിന്റെ ഭാഗമായി അവരുടെ തന്നെ എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്നും പറന്നുയർന്നതാണ് ഈ 5ാം തലമുറ യുദ്ധവിമാനമെന്നും ഇന്ത്യയുടെ എയർ ഏരിയയുടെ 100 മൈൽ അപ്പുറത്തുകൂടിയാണ് ഈ വിമാനം പറന്നുയർന്നതുമാണ് അവർ ആദ്യം സ്ഥിരീകരിച്ചത്. കാലാവസ്ഥ മോശമായതിനാൽ തിരിച്ച് അവരുടെ എയർക്രാഫ്റ്റ് കാരിയറിലേക്ക് ലാൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നും ഇന്ധനം കുറഞ്ഞതിനാൽ അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി എന്നും അതിനാൽ തന്നെ ഇന്ത്യയുടെ എയർ ടെർമിനലുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടതായി വന്നു എന്നുമാണ് ബ്രിട്ടനിൽ നിന്ന് ആദ്യം നമുക്ക് അറിയാൻ സാധിച്ചത്. ഇത്രയും സമയം വീഡിയോ കണ്ടു നിന്ന ചില പ്രേക്ഷകരെങ്കിലും വിചാരിക്കും, ഇതിന് ഇത്രമാത്രം എന്താ വലിയ കാര്യം പറയാനുള്ളത്? ഒരു രാജ്യത്തിൻ്റെ ഒരു വിമാനം ഇന്ധനം തീർന്നിട്ട് വന്നു നമ്മുടെ രാജ്യത്തെ ഒരു എയർപോർട്ട് യൂസ് ചെയ്തു, ഇതിന് മാത്രം വലുതായിട്ട് എന്താണ് ഇതിൽ പറയാനുള്ളതെന്നാണ്. പക്ഷെ അവിടെയാണ് നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ ഓൺലൈൻ മീഡിയാസും എല്ലാം ഇത്രയും കൊട്ടിഘോഷിക്കുന്ന ഒരു കാര്യം വരുന്നത് അവിടെയാണ്. കാരണം വന്നത് ഒരു ഫൈറ്റർ ജെറ്റാണ്. ഇന്നത്തെ ലോകത്ത് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ ഒരു ഫൈറ്റർ ജെറ്റ്, 5ാം തലമുറ ഫൈറ്റർ ജെറ്റ്. ഇന്ധനത്തിന്റെ പര്യാപ്തത മൂലമാണ് ഇവിടെ ലാൻഡ് ചെയ്തതെങ്കിൽ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ 1-2 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇന്ധനം നിറച്ച് ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്ധനം നിറച്ചതിന് ശേഷവും ഫ്ലൈറ്റ് അവിടെ തന്നെ നിർത്തിയിട്ടിരിക്കുന്ന മാത്രമല്ല, ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം അവരിൽ നിന്ന് തന്നെ ഒരു അറിയിപ്പ് ലഭിച്ചു, അവരുടെ എന്തോ ഒരു ഹൈഡ്രോളിക് സംവിധാനത്തിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്നും ടെക്നിക്കൽ ഇഷ്യൂ ആണെന്നും അത് പരിഹരിച്ചാൽ മാത്രമേ ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അറിയിച്ചത്. പിന്നെ അടുത്ത നാൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം കൂടി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അവരെ ഭാഗത്ത് തന്നെ വീണ്ടും വരുന്നു, അവർക്ക് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, അതുകൂടി പരിഹരിച്ചിട്ടേ ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന്. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നമ്മളുടെ എല്ലാ സഹായങ്ങളും, നമുക്ക് ടെക്നിക്കൽ ടീമുണ്ട്, മിടുക്കരായ എഞ്ചിനീയേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്, നമുക്ക് നമ്മളതായ സഹായം ഞങ്ങൾ നോക്കാം, ഞങ്ങൾ ശരിയാക്കാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് എല്ലാ വാഗ്ദാനവും ചെയ്തിട്ടും അത് ബ്രിട്ടൻ നിരസിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല നമ്മളുടെ എയർ ഹാങ്കർ, കാരണം നമുക്ക് അറിയാമല്ലോ, ഇത് 5ാം തലമുറ യുദ്ധ വിമാനമാണ്, സ്റ്റെൽത്ത് യുദ്ധ വിമാനമാണ്. ഇതിൽ പെയിന്റ് ചെയ്ത കോട്ടിങ് പോലും കോടിക്കണക്കിന് രൂപ വിലയുള്ളതാണ്. അപ്പോൾ ഇത് സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വെയിലത്തും മഴയത്തും ഒന്നും ഇട്ട് പോകാൻ പാടുള്ളതല്ല, വളരെയധികം സംരക്ഷിച്ചു പോകേണ്ട ഒരു വിമാനമാണിത്. നമ്മളുടെ എയർ ഹാങ്കർ പോലും അവർക്ക് വേണ്ട എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മളുടെ സോഷ്യൽ മീഡിയയും നമ്മുടെ പല ഓൺലൈൻ മീഡിയാസും ചർച്ച ചെയ്യപ്പെടുന്ന പല കോൺസ്പിറസി തിയറികളും പോസിബിലിറ്റീസും നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത് സത്യമാവണമെന്നില്ല, കാരണം ബ്രിട്ടനോ ഇന്ത്യയോ ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ആദ്യം തന്നെ എന്താണ് ഒരു 5ാം തലമുറ യുദ്ധവിമാനമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. 5ാം തലമുറ യുദ്ധവിമാനം എന്നാൽ ഇന്ന് ലോകത്ത് ലഭ്യമായ ഏറ്റവും അപകടകരമായ ഒരു യുദ്ധവിമാനമാണ് 5ാം തലമുറ യുദ്ധവിമാനം. അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സ്റ്റെൽത്ത് കാപ്പബിലിറ്റി തന്നെയാണ്. ഇന്ന് ലോകത്ത് എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്ന ഒരു റഡാർ സിസ്റ്റമുണ്ട്. ഏതൊരു രാജ്യത്തെയും റഡാർ സിസ്റ്റത്തെ കബളിപ്പിച്ച് മുന്നേറാൻ സാധിക്കുന്ന, അതായത് റഡാറിൽ ഒരു പൊട്ടുപോലെയേ ഈ യുദ്ധവിമാനത്തിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ലൊക്കേഷനും സെക്കൻഡുകൾക്കുള്ളിൽ മാറി മാറി പോകുന്നതിനാൽ ഒരു കാരണവശാലും നമുക്കതിനെ ട്രാക്ക് ചെയ്യാനോ ലോക്ക് ചെയ്യാനോ സാധിക്കില്ല. ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ്. ഇന്ന് ലോകത്ത് ലഭ്യമാവുന്ന
ഏറ്റവും അപകടകരമായ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത് അമേരിക്ക തന്നെയാണ്. അമേരിക്കയുടെ ലോക്ഹിഡ് മാർട്ടിൻ എന്ന കമ്പനിയാണ് ഈ F-35B എന്ന യുദ്ധവിമാനം നിർമ്മിച്ചിട്ടുള്ളത്. റഷ്യൻ ടെക്നോളജി എല്ലാം മിസൈൽ സാങ്കേതിക വിദ്യയിലും മറ്റുമായിട്ട് വളരെയധികം മുന്നിലാണെങ്കിലും എയർക്രാഫ്റ്റ് മെയിൻ്റനൻസിൽ, എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നതിലെല്ലാം അമേരിക്ക തന്നെയാണ് ഇന്നും ലോകത്തിൽ നമ്പർ 1. ഇന്ന് ഈ ലോകത്ത് വളരെ ചുരുക്കം രാജ്യങ്ങൾക്ക് മാത്രമേ സ്വന്തമായിട്ട് 5ാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള ടെക്നോളജി കൈവശമുള്ളൂ. ഉദാഹരണത്തിന് അമേരിക്ക, റഷ്യ, ചൈന, അങ്ങനെ വളരെ ചുരുക്കം രാജ്യങ്ങൾക്ക് മാത്രമേ ഇന്ന് സ്വന്തമായിട്ട് 5ാം തലമുറ യുദ്ധവിമാനം സ്വന്തമായി നിർമ്മിക്കാനുള്ള ടെക്നോളജി ഉള്ളൂ. അമേരിക്ക പോലുള്ള വൻ ശക്തികൾ അവരുടെ സാമന്ത രാജ്യങ്ങൾക്ക് മാത്രമായി അവരുടെ കയ്യിലുള്ള മികച്ച യുദ്ധോപകരണങ്ങൾ കൊടുക്കാറുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ F-35B എന്ന ഫൈറ്റർ ജെറ്റും. ബ്രിട്ടന് അങ്ങനെയാണ് ഈ ഫൈറ്റർ ജെറ്റ് അവരുടെ കൈവശം കിട്ടിയത്. ലോകത്ത് ഇന്ന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും അപകടകരവും നൂതനവുമായ ഒരു 5ാം തലമുറ യുദ്ധവിമാനമാണ് അമേരിക്കൻ നിർമ്മിത F-35. ഇങ്ങനത്തെ ഒരു ഫൈറ്റർ ജെറ്റ് ഇന്ധനക്ഷാമം മൂലം അല്ലെങ്കിൽ ഇതുപോലെ ചില നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് മറ്റൊരു രാജ്യത്തിന്റെ എയർപോർട്ടിൽ ഒരു കാരണവശാലും ലാൻഡ് ചെയ്യില്ല. കാരണം ഈ പറയുന്ന യുദ്ധവിമാനങ്ങൾ മറ്റും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട പ്രോട്ടോകോൾ തന്നെയാണ് അതിന് കാരണം. മാത്രമല്ല F-35ന്റെ ഇന്റേണൽ ഫ്യൂൽ റേഞ്ച് വരുന്നത് 650 മൈൽസ് ആണ്. കിലോമീറ്ററിൽ കണക്കാക്കുമെങ്കിൽ അത് ഏകദേശം 1040 കിലോമീറ്റർ ദൂരപരിധി വരും. ലോകത്തിലെ ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും കൃത്യമായി ശ്രദ്ധിക്കുന്നതും പരിപാലിക്കുന്നതുമായ ഒരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ കൈവശമുള്ള അത്യാധുനിക യുദ്ധോപകരണങ്ങളുടെ സവിശേഷതകൾ യാതൊരു കാരണവശാലും മറ്റു രാജ്യങ്ങൾക്ക് ലഭിക്കരുത്. ഈ കാര്യങ്ങൾ മുൻനിർത്തിയാണ് എല്ലാ രാജ്യങ്ങളും അവരുടെ ഡിഫൻസ് പ്രോട്ടോകോൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നത്. ഇവിടെയാണ് ഇന്ധനം തീർന്ന് താഴെ ഇറക്കേണ്ടി വന്ന 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ കാര്യം ചർച്ച ചെയ്യേണ്ടതായി വരുന്നത്. ഇതിനെല്ലാം തുടക്കം കുറിക്കാൻ സാഹചര്യം ഒരുക്കിയത് ചിലപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധമാകാം. കാരണം പാകിസ്ഥാൻ എന്നത് ഇറാനെയോ യുക്രൈനെയോ ഇസ്രയേലിനെയോ പോലെ ഒരു ചെറിയ രാജ്യമല്ല. ലോകത്ത് തന്നെ പ്രതിരോധ മേഖലയിൽ ശക്തമായ ഒരു സ്ഥാനം അവർക്കുണ്ട്. പ്രതിരോധ മേഖലയിൽ ഏറ്റവും ശക്തമായ 10 രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് പാകിസ്ഥാൻ. അവരാണെങ്കിൽ ഉപയോഗിക്കുന്നത് ലോകശക്തികളായ അമേരിക്കയുടെയും ചൈനീസ് നിർമ്മിത ആയുധങ്ങളും ടെക്നോളജിയുമാണ്. എന്നിട്ടും വളരെ നിസ്സാരമായാണ് ഇന്ത്യ പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും തടഞ്ഞതും തകർത്തതും. ഇത് പാകിസ്ഥാനെ മാത്രമല്ല ലോകശക്തികളായ അമേരിക്ക, ചൈന, ബ്രിട്ടൻ എന്നീ വേണ്ട ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളെയും അതിശയിപ്പിച്ച കാര്യവുമാണ്. എങ്ങനെ ഇന്ത്യക്ക് ഇതെല്ലാം സാധിക്കുന്നു? കാരണം ലോകശക്തിയായ റഷ്യ പോലും യുക്രൈനിൽ നിന്ന് വരുന്ന ഡ്രോണുകളും മിസൈലുകളും തടയുന്നതിൽ സമ്പൂർണ്ണ വിജയം കൈവരിക്കുന്നില്ല. ഇവിടെയാണ് ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ കാര്യം ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ പ്രതിരോധ ശേഷി മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് നടത്തിയ പദ്ധതിയുടെ ഭാഗമായിട്ടാകാം അവരുടെ കൈവശമുള്ളതിൽ ഏറ്റവും മികച്ച 5ാം തലമുറ യുദ്ധവിമാനം ഇന്ത്യൻ എയർ റേഞ്ചിനടുത്തുകൂടെ അനുവാദമില്ലാതെ പറത്തി നോക്കിയത്. സത്യത്തിൽ ഇതാണ് സംഭവിച്ചതെങ്കിൽ നമ്മുടെ എയർ റഡാർ സിസ്റ്റം അത് ഐഡന്റിഫൈ ചെയ്യുകയും ട്രാക്ക് ചെയ്യുകയും നമ്മുടെ തന്നെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവരുടെ യുദ്ധവിമാനത്തിന്റെ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യുകയും ലോക്ക് ചെയ്യുകയും ചെയ്തതിനാൽ വേറെ പോംവഴികളില്ലാതെയാണ് അവർക്കിവിടെ ലാൻഡ് ചെയ്യേണ്ട സാഹചര്യം വന്നതെങ്കിൽ അത് നമ്മൾ ഓരോ ഇന്ത്യക്കാരനെയും സംബന്ധിച്ച് അഭിമാനകരമായ കാര്യമാണ്. എന്തെന്നാൽ ലോകത്തിലെ തന്നെ ഏത് രാജ്യത്തിന്റെയും എന്ത് തരം ആക്രമണവും തടയാൻ കഴിയുമെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ് നമ്മൾ. മറ്റൊരു വിഷയമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നതുവരെ നന്ദി, നമസ്കാരം.